ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ കാപ്പിൽ എന്ന് പറഞ്ഞ ബീച്ചിലാണ് കേട്ടോ. എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായലാണ്. അതുപോലെ ഇപ്പുറ സൈഡ് റൈറ്റ് സൈഡിൽ കാണുന്നത് കടലുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാപ്പിൽ ബീച്ചും അതായത് കടലും കായലും ഒരുമിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിന്ന് വന്ന് നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു വഴി നമ്മൾ നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കടലും കായലും ഒരുമിച്ച് ഇങ്ങനെ കണക്റ്റ് ആവുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ കാണാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫാമിലിയായിട്ട് വരുവാണെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വരെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയത് അഞ്ചലിൽ നിന്നാണ്. അഞ്ചലിൽ നിന്ന് ഏകദേശം 39 കിലോമീറ്ററാണ് നമ്മുടെ ഈ കാപ്പിൽ ബീച്ചിലേക്കുള്ള ദൂരം. ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് അഞ്ചലിൽ നിന്ന് ഈ ഒരു കാപ്പിൽ ബീച്ചിലേക്ക് എത്താൻ കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കായലും റൈറ്റ് സൈഡിൽ കടലുമാണ്. പക്ഷേ നമുക്ക് ആ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല, കാരണം ഫുള്ളും മഴയും കാറ്റുമാണ്. ഒരു രക്ഷയില്ലാത്ത മഴ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി. ഒരു ഭീകരതാവസ്ഥയാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് മഴ കൂടുകയും ചെയ്തു കേട്ടോ. ഇത് എവിടെ സ്ഥലം? അവിടെ ബീച്ചാണോ? അവിടെ കടല്, ഇപ്പുറത്ത് കായല്. ഒന്നും കാണുന്നില്ല. പ്രണയിച്ചോണ്ടിരുന്നു ഇറങ്ങി ഓടുന്നു. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കായലല്ലേ? ലെഫ്റ്റ് സൈഡിൽ കായലും റൈറ്റ് സൈഡിൽ കടലും എല്ലാം കാണാം. മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. കോളമഞ്ഞൊക്കെ ഇറങ്ങി സെറ്റപ്പായിട്ട് നിൽക്കുക. ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് റെയിൽവേ പാളത്തിൽ വന്ന് കയറി. വഴി തീർന്നു. ഇവിടെ വഴി അറിയാന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കയറി ഇരുന്നതാ. ഞങ്ങൾ അന്ന് വന്നപ്പോൾ മറ്റേതായിരുന്നു, മറിച്ചതെന്ന് പറഞ്ഞിട്ട് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയണം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയ വഴി തന്നെയാണ് കേട്ടോ തിരിച്ചു വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ഹെവി റെയിൻ ആയിരുന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന്, അതായത് നമ്മൾ അങ്ങോട്ട് പോയ വഴിയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് തന്നെ റൈറ്റിലേക്ക് ടേൺ എടുത്തിട്ടാണ് നമുക്ക് ബീച്ചിൻ്റെ എൻട്രൻസിലേക്ക് പോകാൻ പറ്റുന്നൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണാൻ പറ്റില്ല മഴ കാരണം. അപ്പോൾ നമ്മൾ ആ വഴി തന്നെ തിരിച്ച് വന്നിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ കടലിൻ്റെ ഒരു ഭാഗം, ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ടാണ് ശരിക്കും നമുക്ക് ഈ കാണുന്ന വഴിയുണ്ടോ ഈ വഴി എടുത്തിട്ടാണ് നമ്മൾ ബീച്ചിൻ്റെ ഒരു എൻട്രൻസും അതുപോലെ ആ കായലും കടലും ഒക്കെ ജോയിൻ ചെയ്യുന്ന ആ പൊഴി മുറിയുന്ന ഭാഗത്തും ഒക്കെ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ടാർ റോഡല്ല, അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. റോഡെന്ന് പറയാൻ പറ്റത്തില്ല, മണ്ണിട്ട ഒരു സ്ഥലമാണ്. അതുവഴി ഇങ്ങനെ നല്ല കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. വണ്ടി പോകുന്ന കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുവഴിയാണ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കൂടുതലുണ്ട് നമ്മുടെ ആ പൊഴി മുറിയുന്ന ഭാഗത്തേക്ക്, അതായത് കായലും കടലും ഒരുമിച്ച് ചേരുന്ന ഒരു ഭാഗം കാണാനായിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടുന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളിത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ വന്നിട്ട് നമ്മുടെ വണ്ടി ഇതേ അവിടെ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറേ ആളുകൾ നടന്നു പോകുന്നത് കാണാം. നമ്മുടെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ പാറയൊക്കെ കിടക്കുന്നില്ല, അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കടലാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കായലുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് നേരെ ഈ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടലും കായലും ഒക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. എല്ലാം നമ്മൾ വന്നപ്പോൾ ക്ലോസ്ഡ് ആണ്, ചിലപ്പോൾ ഓഫ് സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്ന അതിമനോഹരമായൊരു സ്ഥലം കാണാം കേട്ടോ. അപ്പോൾ ഇവിടം വരെ വണ്ടി വരും ശരിക്കും, പക്ഷേ ഇവിടെ വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി അവിടെ ഇട്ടത്. ആരൊക്കെയോ പറഞ്ഞു വണ്ടി അങ്ങോട്ട് ഒരുപാട് കൊണ്ടുപോകണ്ട, ഇവിടെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ വണ്ടി ഇട്ടു. ഇവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ബോട്ടിങ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്ന് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ തടികളൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ കായലിൻ്റെ തീരത്തേക്ക് മരങ്ങളുടെയൊക്കെ ഇടയ്ക്കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അവിടെ കയാക്കിൻ്റെ സാധനം കയറി പോടാൻ ചെയ്യേ, അറിയാമോ എനിക്ക് കയാക്കിങ് ചെയ്യാൻ? എന്നാ കുടങ്ങിയാ പോയിട്ട് വന്നു കെട്ടിയിട്ടേക്കുക. തേങ്ങ എടുത്തോക്കടാ, നല്ല തേങ്ങ ആയിരിക്കും. അമ്മയ്ക്ക് കൊടുക്കാൻ ചമ്മന്തി ആയിരിക്കും. ഇനി അങ്ങോട്ടാ ഇത് കണ്ടോ, വണ്ടി കൊണ്ടുവരണ്ടെന്ന് പറയാൻ കാര്യം ഈ കാണുന്ന സംഭവം കണ്ടോ. അവർ വണ്ടി തള്ളി കയറ്റുന്ന അവസ്ഥയാണ്. ട്രാവലർ അവിടെ പൊതിഞ്ഞു പോയി. അവർ ഗ്രൂപ്പായതുകൊണ്ട് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് തള്ളാൻ പറ്റുന്നുണ്ട്. ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, ഫുള്ളും മണലും മണ്ണും ഒക്കെ ചെളിയൊക്കെ കയറ്റി കിടക്കുക. മഴയും കൂടെ പെയ്തുകൊണ്ട് തന്നെ വണ്ടികൾ വരുന്നതെല്ലാം നല്ല രീതിക്ക് പൊതയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചെറിയ വണ്ടികൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അവന്മാരെന്തായാലും എല്ലാവരോടും തള്ളി കയറ്റി, ഇവിടെ ഉള്ള ആൾക്കാരോട് ഹെൽപ്പ് ചെയ്തിട്ടാണ് വണ്ടി തള്ളി കയറ്റുന്നത് കേട്ടോ. Yes, ready. 1, 2, 3, start. സ്കിഡായുണ്ടോ അവിടെ? ഇതിലിറങ്ങണോ? ഇതിലിറങ്ങി അപ്പുറത്ത് പോകാൻ പറ്റുമോ? അവരെ പറയാ. അത് റിസോർട്ടാണ് അപ്പുറത്ത് കാണുന്നത്. നമ്മൾ താമസിച്ചിരുന്നപ്പം
അവര് പറഞ്ഞത് അതിലെ കൂടെ നടന്ന് നമുക്ക് ഇപ്പുറത്ത് വരാന്ന്. ആഴമില്ല. പിന്നെ ഇല്ല ശംഖ് കുറച്ച് സാധനം ഉണ്ടല്ലോ, മുക്കി അതെല്ലാം കിടന്നോണ്ട് നമ്മള് അതുവഴി ഇറങ്ങി. സൂപ്പർ കോട്ടാക്കോട്ട് പരിപാടി 2 പിന്നെ ഒരാൾ കുട പിടിച്ചാൽ മതി. കടൽ തീരം അതിൽ വീട്ടിൽ പറയാതെ വന്നിട്ടുണ്ടെങ്കിൽ പറയണം, വീഡിയോയ്ക്ക് അന്ന് കട്ട് ചെയ്യാൻ. ഈ കോട്ടുണ്ടായിരുന്നു നിന്റെ കയ്യില്? ആ, മൂന്നാർ ഇരിക്കുമായിരുന്നു. അവിടെ അവിടെ വട്ടം വട്ടം നാരങ്ങ കളിക്കുന്നു. ഓടിച്ചത് അതിനകത്ത് കയറിയാലും റീലെടുക്കുക. ഇത് പൊഴിമുറിയെന്ന് പറയും. പൊഴിമുറിയെന്ന് പറയും. അതായത് ഈ കടലും കായലും കൂടെ ഒന്നിച്ചാവുന്നത്. അപ്പം ഇത് നമ്മൾ വെയിലൊക്കെ ഉണക്കൊക്കെ ആയ സമയത്ത് കായൽ അങ്ങ് ഇറങ്ങി കിടക്കും. കടൽ ഇങ്ങനെയാണ്, ഇവിടെ ഗ്യാപ്പായിരിക്കും, മണലിങ്ങനെ കയറി കിടക്കുക. ഇതിപ്പം മഴയായി വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഇത്രയും ഇവിടെ ഗ്യാപ്പായിരിക്കും. അപ്പൊ ഈ കടലും കായലും ഒരുമിക്കത്തില്ല ആ സമയത്ത്. വട്ടം വട്ടം നാരങ്ങ ഇത് ഇവിടെ നിന്നാണ് കേട്ടോ കടലിൽ നിന്ന് വെള്ളം ഈ കായലിൻ്റെ ഭാഗത്തോട്ട് കയറി വരും. നമുക്കിവിടെ നിൽക്കുമ്പോൾ അറിയാം, തിര അടിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് നല്ല പ്രഷറിൽ വെള്ളം അകത്തേക്ക് കയറി വരുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല, തിര അടിച്ച് വരുമ്പോൾ മാത്രം അത്രയും വെള്ളം വീണ്ടും ഇങ്ങോട്ട് കയറുക, അടുത്ത തിരയിൽ വീണ്ടും വെള്ളം കയറുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടോ ആ തിരയുടെ കൂടെ വന്ന വെള്ളം എല്ലാം അകത്തേക്ക് കയറി വരുന്ന കാഴ്ച ഇവിടെ നിൽക്കുമ്പോൾ കാണാം നമുക്ക്. ₹80 ഒരു ഫോട്ടോയ്ക്ക്. നീ വരുന്നില്ലേ? പിന്നെ ആരെടുക്കും ഫോട്ടോ? പോസി നല്ല സൂപ്പർ ഫോട്ടോ. എന്ത് പോയി ഫോട്ടോ എടുക്കാൻ സ്റ്റൈൽ മന്നൻ. ഫോട്ടോ എടുക്കാതിരിക്കുവാന്നോ? ആ പാമ്പേഴ്സ് കിട്ടണോ അതോ കിട്ടണ്ടേ? പോസ് ചെയ്തോ? ആ, ഫോട്ടോ എടുക്കാൻ നിൽക്കുവാന്നോ? ഇതൊക്കെ യൂട്യൂബിൽ വരും. കളിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ഇത്ര ഫോട്ടോ എടുത്തില്ല, അത് മതി. ഇങ്ങോട്ട് ഇറങ്ങാൻ ആവശ്യമില്ലാത്ത പരിപാടി. ഇറങ്ങണ താഴെ. ഞങ്ങൾ എവിടെ ഫോട്ടോ എടുക്കട്ടെ? ശരിക്കും ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നമ്മൾ 3 പേരും പിന്നെ കുറച്ച് 2 ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നിറച്ച ആളായിട്ടോ. എല്ലാ ഫാമിലീസാണ് വരുന്നത്, പിള്ളേർ ഉൾപ്പെടെ വന്ന് എല്ലാവരും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും പരിപാടികളൊക്കെയാണ് കേട്ടോ. എന്തായത് ഒരു പിടി. അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പിൽ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതേ മനോഹാരിത നിലനിർത്താനായിട്ട് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും എങ്ങും പോയി ഇടാതിരിക്കുക. നമ്മുടെ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ടൂറിസം സ്പോട്ടുകളെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. താങ്ക് യു.